എന്റെ MLA നിങ്ങൾക്ക് ലോകപരിചയം വളരെ കുറവാ. അതുകൊണ്ട് ഇന്ന് രാത്രിയില് ഒരു പുതിയൊരു ലോകം ഞാൻ കാണിച്ചു തരാം. ആ യൂറിയ ചാക്ക് കൊണ്ടുവന്നവനെ നീയും വാ. ഞാനും വരണോ? പിന്നല്ലാതെ MLA കൂടെ വന്നാ നിനക്കും കാണാത്. അല്ല സാധാരണ പഴത്തിന്റെ ചാറെന്ന് പറഞ്ഞ മധുരിക്കണമല്ലോ. ഇത് ഇറക്കുമതി ചെയ്ത പഴരസമാ. ഇതില് മധുരം, കയ്പ്, പുളിപ്പ്, കറുപ്പ് ഇതെല്ലാം ഒന്ന് ചേർന്ന് മിക്സ് ചെയ്തൊരു അടിപൊളി ഉൽപ്പന്നമാ. അതുകൊണ്ട് നല്ലൊരു ഉഷാറുണ്ടാവും. ആ കഴിക്ക് എത്രയും വേഗം നിങ്ങൾക്ക് ആ ലോകം കാണാൻ കഴിയും. കഴിക്ക്. പാർട്ട്ണറെ ഇങ്ങോട്ട് വാ. ഇത് തങ്കമണിയെ പോലില്ലേ? അല്ലല്ല, അത് രുക്മിണിയാ. അല്ലല്ല, തങ്കമണി തന്നെയാ. അല്ല ഏട്ടാ, അത് രുക്മിണിയാ. ശരി, എന്റെ കണ്ണിന് തങ്കമണി, നിന്റെ കണ്ണിന് രുക്മിണി, രണ്ടുപേരുണ്ട്. ഇവരെങ്ങനെ ഇവിടെ എത്തിയേ? അത് ശരിയാ. അല്ല, അവരെ രണ്ടുപേരെയും എങ്ങനെ ഇവിടെ പിടിച്ചോണ്ട് വന്നത്? എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ. ഇന്ന് രാത്രിയില് നല്ല ജിലുജിലെന്ന് കഴിയേണ്ടതല്ലേ? അതിനുവേണ്ടി ഇപ്പൊ ഇങ്ങനെ ജിക്ക ചിതക്ക ചിതക്ക. കുറച്ച് കഴിയുമ്പോ ചതക്ക ചതക്ക ചതക്ക. റെഡി സ്റ്റാർട്ട്. അവർ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും തനിച്ച് മുറി ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അവരങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളും ഹലോ, പതുങ്ങി എങ്ങോട്ടാ പോകുന്നേ? എന്റെ ഭാര്യയും ഇവന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണു ഇപ്പൊ അങ്ങോട്ട്. നിക്ക്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. വൃത്തികെട്ട പിള്ളേർ പഴച്ചാറാണെന്ന് പറഞ്ഞ് മദ്യം ഒഴിച്ചു തന്ന് നിങ്ങളെ ഫിറ്റാക്കിയിരിക്കുക. അയ്യോ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മുറിയിലേക്ക് പോയാ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചുറ്റിനും ക്യാമറ വെച്ച് മുഴുവനും അവന്മാര് ഒപ്പിയെടുക്കും. അയ്യോ, അതിനുശേഷം നാട്ടില് പാലം വേണോ അതോ ഈ നഗ്നചിത്ര നാട് മുഴുവൻ കാണിക്കണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, അത് ശരിയാവില്ല. അല്ല, ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മിണ്ടാതെ രണ്ടുപേരും നാട്ടിൽ പോയി കമന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവർക്ക് വേറെ വഴിയില്ല. എങ്ങനെയായാലും നിങ്ങളെ അന്വേഷിച്ച് അവർ വരും. അപ്പോ പാലം ഡിമാൻഡ് ചെയ്താ പോരെ? ചെല്ല്. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പീതാംബരൻ കാക്കക്ക കക്ഷിക്ക് ഇതുവരെ നൽകി വന്നിരുന്ന പിന്തുണ പിൻവലിച്ചതോടൊപ്പം തന്നെ കുക്കുക്കു കക്ഷിയെയും പിന്തുണയ്ക്കാൻ താൻ തയ്യാറല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരള സംസ്ഥാനത്ത് താൽക്കാലികമായി ഗവർണർ ഭരണം നിലവിൽ വരുന്ന അവസ്ഥയിലാണ്. യൂറിയ ചാക്ക് മടക്കി കൊണ്ടുപോയ പോലെ തന്നെ കൊണ്ടുവന്നു. ഇപ്പോഴും വൈകിട്ടില്ല. എന്റെ മകന്റെ ദയയില്ലാതെ അവിടെ ആർക്കും ഭരിക്കാൻ പറ്റില്ല. അവരെങ്ങനെയായാലും നമ്മൾ അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വന്നെത്തും. വരട്ടെ. വരുന്നവരെ ഈ പഞ്ചായത്തിന് മുമ്പിൽ നിർത്തി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതോടെ ഭാരതത്തിന്റെ കാര്യം തീർന്നു. തങ്കം, ചേട്ടന്റെ അലുവയും പൂവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ധൃതി വെച്ച് നീ പോയി അടുത്ത കൊച്ചിനെ ഉണ്ടാക്കാൻ നിൽക്കട്ടെ. മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് നല്ല ഭാര്യയുടെ ലക്ഷണം. ഭർത്താവായി ഞാൻ കുറെ ദിവസം കഴിഞ്ഞ് പൂവും ഹൽവയും വാങ്ങി തയ്യാറെടുത്ത് വന്നതാ. നീയാണെങ്കി മോനെ നേരത്തെ കിടത്തി ഉറക്കി നല്ല മണമുള്ള മുല്ലപ്പൂവൊക്കെ വെച്ച് എനിക്ക് വേണ്ടി കട്ടില് തയ്യാറെടുത്തിരിക്കല്ലേ. ഞാൻ ഒന്നിനും തയ്യാറല്ല. ഞാൻ ഇന്ന് ഇവിടെയാ കിടക്കാൻ പോകുന്നത്. നിങ്ങളുടെ പായ അകത്ത് വിരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി കിടക്കാൻ നോക്ക്. അല്ല, ഞാനും റെഡിയായിട്ടിരിക്കുക, നീയും റെഡിയായിട്ടിരിക്കുക. ഇതിന്റെ ഇടയില് ഇന്ന് ഉറമൂര് വാങ്ങാൻ വേണ്ടി ഒരുത്തി വന്നില്ലേ? അവള് ആ വാതൊക്കെ വെച്ച് സംസാരിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ അവള് ഇവിടെ എന്തോ ഒരൊഴിച്ചിട്ടാ പോയിരിക്കുന്നെന്ന്. അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഉരുണ്ട് പറഞ്ഞ് എന്നോട് പുറത്തു പോയി കിടക്കാനും പറയില്ല. നിങ്ങക്ക് തന്നെ തോന്നിയല്ലോ അല്ലേ? തോന്നാനും മാത്രം ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ലേ? ടൗണിൽ പോയി ആ ക്യാബറ നർത്തകിയുടെ കൂടെ ഡാൻസ് ചെയ്തില്ലേ? എന്താ മിണ്ടാതിരിക്കുന്നത്? അത് പിന്നെ ഈ സിറ്റി പോലത്തെ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഈ സ്റ്റാർ ഹോട്ടൽ ഉണ്ടാവില്ലേ, അവിടെ ഈ ക്യാബറ ഡാൻസ് ഉണ്ടാവും. അതിന് ഈ ക്ലബ് ഡാൻസ് എന്നൊക്കെ പറയും. അതാണ് ക്യാബറ. ആ പെണ്ണിന്റെ കൂടെ ചേർന്ന് വെറുതെ 2 സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ ഞാൻ. ആ ഹോട്ടലില് സേതുരാമനും ഡാൻസ് ചെയ്തല്ലോ. ആ സേതുരാമൻ ചെയ്തത്
താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് മാന്യമായിട്ട് രുക്കു ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് സത്യം മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ചെയ്തോ? ഇല്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതെല്ലാം മൂടി മറച്ചത്. അയ്യോ, മൂടി മറയ്ക്കാനും മാത്രം ഒരു തെറ്റ് നടന്നിട്ടില്ല അവിടെ. നടന്നില്ലെങ്കിൽ എന്റെ അടുത്ത് തുറന്നു പറയായിരുന്നില്ലേ? പറയാന്ന് വിചാരിച്ചതാ. എന്തുകൊണ്ട് പറഞ്ഞില്ല? തങ്കമണി, ആ നീ എപ്പോഴും എന്നെ അനാവശ്യമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമല്ലേ? ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കാതെ സംശയിച്ച് വഴക്കുണ്ടാക്കിയ ഉം. ഇന്നൊരു രാത്രി മുഴുവൻ വേസ്റ്റ് ആയി പോലും വിചാരിച്ച ഞാൻ പറയാഞ്ഞത്. ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ശരി, നമ്മുടെ മോന്റെ മേൽ സത്യം ചെയ്ത് ഞാൻ പറയാ, ഒരു തെറ്റും നടന്നിട്ടില്ല. ഇതിന്റെ അപ്പുറം ഞാൻ എന്ത് പറയാനാ? ശരി, മോന്റെ തലേ തൊട്ട് ഒന്നും നടന്നിട്ടില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം. എന്നാ ഭാര്യയുടെ അടുത്തെ സത്യം പറയാത്തത് ഒരു വലിയ തെറ്റ് തന്നെയല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് 10 ദിവസം പട്ടിണിയാ. എടി, ഒരാഴ്ച സഹിക്കാൻ വയ്യായിട്ട് അലിവയും പൂവും വാങ്ങിച്ചോട്ട് വന്നത് 10 ദിവസം പട്ടിണിയോ? എന്നെ കൊണ്ട് പറ്റില്ല. ശരി, ഞാൻ അകത്ത് പോയി വാതിലടച്ച് കിടന്നോളാം. ഞാൻ നിന്നെ വിടില്ല. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. എന്താ പറ്റാത്തത്? നല്ല ആരോഗ്യമായിട്ട് ഇരിക്കല്ലേ? കണ്ണമ്മ, പൊന്നമ്മ, രാജമ്മ, തങ്കമ്മ, എല്ലാരും ഓടി വരണേ. എടി, ഞാൻ നിന്റെ ഭർത്താവാ. ഏതോ വില്ലൻ വന്ന് റേപ്പ് ചെയ്യുമ്പോ കരയുന്നവരെ എന്തിനാ ഒച്ചത്തിൽ കരയുന്നത്? പീതാംബര, ആ ഒരാഴ്ചയായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഇന്ന് രാവിലെയാ നിന്നെ കണ്ടത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കല്യാണ സമയത്ത് നിന്റെ ഭാര്യ നല്ല ചുവന്ന തക്കാളി പോലെ തടിച്ചു കൊഴുത്തിരുന്നതാ. ഇപ്പോഴാണെങ്കി ഉണക്ക മുന്തിരി പോലെ ചുക്കി ചുളിഞ്ഞു പോയി. കേട്ടില്ലേ? നിന്നെ കൊന്ന് കടലിൽ കൊണ്ട് വലിച്ചെറിഞ്ഞ് ബൈ ഇലക്ഷന് ഞങ്ങൾ ആവശ്യപ്പെടും. ഏട്ടനെ ഷൂട്ട് ചെയ്താ ഞാനെന്താ നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചു. നിന്നെ തന്നെയാണ് ആദ്യം കൊല്ലാൻ പോകുന്നത്. അവർ ഏത് നിമിഷവും എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാ. എനിക്ക് പേടിയാവുന്ന ഏട്ടാ. പാർട്ട്ണറെ, ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞതിന് ശേഷമാ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത്. നമ്മുടെ നാട്ടില് തെക്ക് മംഗളം എന്ന് പറഞ്ഞൊരു നാട്, വടക്ക് ഏതോ ഒരു നഗരം, അതിൻ്റെ പുറകില് മേൽക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഈ എല്ലാ സ്ഥലങ്ങളിലും ബൈ ഇലക്ഷൻ വന്നപ്പോൾ എല്ലാരും കാശ് വാരി വെതറി ആ സ്ഥലങ്ങളിലുള്ളവരെല്ലാം സമ്പന്നരായി മാറി. അത് വാസ്തവ. ആ സമയത്ത് ആ നാട്ടിലൊരു വീഡിയോ സിഗരറ്റോ വാങ്ങാൻ 1000 രൂപ വരെ കൊടുത്തവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെന്താ കാരണം എന്നറിയോ? എന്തേട്ടാ? ഭരിക്കുന്ന കക്ഷിയിൽപ്പെട്ടവന് അവന്റെ സ്ഥാനം എങ്ങനെയെങ്കിലും നിലനിർത്താനുള്ള വേവലാതി. അതേ പ്രതിപക്ഷത്തിന് ജനങ്ങൾക്ക് അവരോടുള്ള അനുകമ്പ കുറഞ്ഞു എന്നുള്ളത് എങ്ങനെയെങ്കിലും കാണിക്കണമെന്നുള്ള വേവലാതി. അതിനുവേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മത്സരിച്ച് കാശ് വാരി വെതറി. അതാണ്. ആ നാട്ടിലല്ല, അവിടുത്തെ MLA-മാരുടെ മരണം സംഭവിച്ചതുകൊണ്ടാ അവിടെ ബൈ ഇലക്ഷൻ വന്നതും ആ നാട് ഇത്രയും സമ്പുഷ്ടമായി മാറിയതും. ഇപ്പോ നമ്മുടെ നാട്ടിലൊരു ബൈ ഇലക്ഷൻ വന്നാ നമ്മുടെ നാടും സമ്പുഷ്ടമായി മാറും. നമ്മുടെ ഗ്രാമത്തിന്റെ ആവശ്യമെല്ലാം പൂർത്തിയാവുകയും ചെയ്യും. ഇതില് 100% എനിക്ക് വിശ്വാസമുണ്ട്. അല്ല പാർട്ട്ണറെ, ഇതിൽ നിനക്ക് എള്ളളവെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? പാർട്ട്ണറെ, 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 എന്താ എന്തിനാ കരയുന്നത്? അല്ലേട്ടാ, ആ, ഈ നാട് നന്നാക്കണമെന്നുള്ള ആഗ്രഹം കൊള്ളാം. പക്ഷെ അതിനുവേണ്ടി സ്വന്തം ജീവൻ വെടിയണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? എനിക്കത് താങ്ങാനാവില്ല. എപ്പോഴാണെന്നൊക്കെ തീരുമാനിച്ചു ഏട്ടാ. ചിച്ചി, ഇതെല്ലാം നടക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയും കുട്ടി ഉപേക്ഷിച്ച് മരിക്കാനും മാത്രം ഞാനെന്താ ബുദ്ധിയില്ലാത്തതെന്ന് വിചാരിച്ചോ? അതിനത് ഉണ്ടായിട്ട് വേണ്ടേ?